ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യ യോഗ. 53-ാമത്തെ ശ്ലോകമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: ശ്രുതി വിപ്രതിപന്നാത്തെ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാ അചലാ ബുദ്ധി സ്ഥദാ യോഗ അവാപ്സ്യസി. അർത്ഥം നമുക്ക് നോക്കാം. ശ്രുതി വിപ്രതിപന്ന, അതിൻ്റെ അർത്ഥം പല ശാസ്ത്രങ്ങൾ, ശ്രുതി എന്നാൽ ശാസ്ത്രം, പല ശാസ്ത്രങ്ങൾ കേട്ടതിനെ ഓർത്ത് ചഞ്ചലപ്പെടുക. അതായത് പല ശാസ്ത്രങ്ങൾ നമ്മൾ കേൾക്കും, അപ്പോൾ അതാണോ ശരി ഇതാണോ ശരി എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാകും. അതിനെ പറ്റിയിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. തേ നിൻ്റെ, യഥാ എപ്പോൾ, സ്ഥാസ്യതി ഉറച്ചു നിൽക്കുക, നിശ്ചല നിശ്ചലമായ, സമാധ അത് സമാധി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആത്മാവ്, സമാധി എന്നാൽ ഇവിടെ ആത്മാവ് എന്നതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അചല ഏകാഗ്രത, ബുദ്ധി ബുദ്ധി, തഥാ അപ്പോൾ, യോഗം സാക്ഷാത്കാരം, അവാപ്സ്യസി അർത്ഥം ഷാൾ അറ്റെയിൻ, യു ഷാൾ അറ്റെയിൻ, പ്രാപിക്കും എന്നാണ് ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. പല ശാസ്ത്രങ്ങൾ, പല ശ്രുതികൾ മൂലം അചഞ്ചലമായി തീർന്നിട്ടുള്ള നിന്റെ ബുദ്ധി സമാധിയിൽ നിശ്ചലമായി തീരുമ്പോൾ നീ ബുദ്ധിയോഗത്തെ പ്രാപിക്കും. ഒരാൾ പല പല ശാസ്ത്രങ്ങൾ ഗ്രഹിക്കും. അങ്ങനെയാണ് മനുഷ്യർ, അല്ലേ? സാധാരണ മനുഷ്യർ കിട്ടുന്ന പുസ്തകങ്ങളെല്ലാം വായിക്കും, അത് വായിക്കും ഇത് വായിക്കും എല്ലാം വായിക്കും. അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനാവും. ഏതാണ് ശരി ഏതാണ് തെറ്റ്, ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ആദ്യമുണ്ടാകും. അത് ആദ്യകാലത്തുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. എന്നിട്ട് ഇയാളിരുന്ന് ഈ ശരിയായതെന്ത് എന്നുള്ള അന്വേഷണമാണ് പിന്നെ ആരംഭിക്കുന്നത്. ആ അന്വേഷണം ശരിയായ ദിശയിൽ ചെല്ലുകയാണെങ്കിൽ എന്താണ് പിന്നെ അയാൾക്ക് മനസ്സിലാകുന്നത്? ശരിയായ ആ ബോധം അത് ഈശ്വരബോധമാണ്, ഈശ്വരനെ അറിയുക എന്നുള്ളതാണ്, മോക്ഷമാണ് എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കും. ഈ ഒരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല കാര്യങ്ങളെയും അയാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അതായത് ദുഃഖം വന്നാലും സുഖം വന്നാലും എല്ലാം തന്നെ ഒരുപോലെയാണ്, ഇതൊക്കെ ഈശ്വരൻ്റെ നിശ്ചയമാണ് എന്ന് മനസ്സിലാക്കുകയും ഒന്നിലും കൂടുതൽ ദുഃഖിക്കാതിരിക്കുകയും ഒന്നിലും കൂടുതൽ ഭ്രമിക്കാതിരിക്കുകയും സന്തോഷിക്കാതിരിക്കുകയും ഒക്കെ അയാൾക്ക് ചെയ്യുന്നതിനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടുണ്ടാകും വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് ഈഗോ വളരെ കുറവാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കാനും അവരെ ആദരിക്കുവാനും, അവർ തൊഴുന്നത് കാണാൻ തന്നെ, മറ്റുള്ളവരോട് കാണിക്കുന്ന ബഹുമാനം കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അറിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? കുറച്ച് അറിവൊക്കെ ഉണ്ട്, അതായത് ഈ ഒന്നുമില്ലാതിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ആയി വരുന്ന സമയത്ത് ഞാൻ എന്നുള്ള ഒരു ബോധം അയാൾക്കുണ്ടാവുകയും എപ്പോഴും ഞാൻ മിടുക്കനാണ്, ഞാൻ മിടുക്കിയാണ്, ഞാൻ പറയുന്നത് കേൾക്കണം, ഞാനാണ് കേമൻ, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അയാളെ ഇടിക്കും, പ്രതികരിക്കും, അപ്പം കാണിച്ചു കൊടുക്കും, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത അത് ആർക്കാണ് വരുന്നത്?
അഹംഭാവമുള്ള ഞാൻ എന്ന ഭാവം, ഞാൻ എന്തോ വലിയ ആളാണ് എന്നുള്ള ആ തോന്നലുള്ളപ്പോഴാണ് വരുന്നത്. അവിടെയാണ് എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ, എനിക്ക് അത് വേണം ഇത് വേണം എന്നുള്ള ചിന്ത ഉണ്ടാകുന്നത്. ഇതെല്ലാം കഴിയും. ഈ കാലഘട്ടം എല്ലാം കഴിഞ്ഞ് എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നുമില്ല. അവർക്ക് എല്ലാവരും, അവരുടെ മുമ്പിൽ എല്ലാവരും എന്താണ്? തുല്യരാണ്. അവരവരുടെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെ ആരെന്ത് പറയുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതൊന്നും അവരുടെ മുമ്പിലില്ല. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ അവർക്ക് കഴിയും. ഈ നിരന്തരം നാമം ജപിക്കുകയും സാധന ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ സന്യാസിമാരോ അതല്ലെങ്കിൽ ഇതുപോലെ സ്ഥിരമായി നാമം ജപിക്കുന്ന വലിയ ആളുകൾ നമ്മളുടെ ആ അടുത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു വിറയലുണ്ടാകും. അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട് നമുക്ക് തോന്നും. ഒരു വല്ലാത്ത ഒരു എനർജി അവരിൽ അനുഭവപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും. ആ സമയത്ത് നമ്മളങ്ങ് ചുരുങ്ങി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അവരുടെ നിരന്തരമായ സാധനയിലൂടെയാണ് അവർക്കത് ലഭിക്കുന്നത്. അവർക്കറിയാം എന്താണ് ശരി, എന്താണ് തെറ്റ്. അതുകൊണ്ടാണ് ആ ഒരു ഊർജം അവരിൽ പ്രസരിക്കുന്നത്. അവരെ കാണുമ്പം നമുക്ക് നമസ്കരിക്കുവാനും തൊഴാനും ബഹുമാനിക്കാനും ഒക്കെ തോന്നും. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ബഹുമാനിക്കണം എന്ന് തോന്നിയിട്ടുള്ളത് ആരെയാണ്? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഒരാൾ അടുത്തേക്ക് വരുമ്പം നമുക്കൊരു വല്ലാത്തൊരു വിറയലുണ്ടാകുന്നത് പോലെ, അതല്ലെങ്കിൽ ഇങ്ങനെ കണ്ണു തുറന്ന് മിഴിച്ചിരുന്ന് നമ്മളിങ്ങനെ എന്താണ് കാണുന്നത് എന്ന രീതിയിൽ അങ്ങനെ നോക്കാൻ പറ്റുന്ന മനുഷ്യരെ അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. ഇവിടെ ഭഗവാൻ അർജുനനോട് പറയുകയാണ്, നിന്റെ മനസ്സ് ഇപ്പോൾ പല ശാസ്ത്രങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. അതായത് നീ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുകയാണല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? നീ ആ പുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ലേ, ഈ പുസ്തകത്തിൽ ഇത് എഴുതിയിട്ടില്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. അങ്ങനെ ചെയ്താൽ എനിക്കത് സംഭവിക്കുമോ, എന്നെ ആളുകൾ ഇങ്ങനെ പറയുമോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലൂടെ നിന്റെ മനസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോയാൽ നിനക്ക് സമാധാനം കിട്ടുകയില്ല, നിന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുകയില്ല. അതുകൊണ്ട് നിന്റെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ ശരിയായതെന്തോ അത് നിനക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ സാധിച്ചാൽ നിനക്ക് എല്ലാത്തിനോടും ഒരു വിരക്തി തോന്നും. അതായത് ഒന്നിനോടും ഒരു അമിതമായ ആസക്തി നിനക്ക് ഉണ്ടാവുകയില്ല. ഇതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെയാണല്ലോ നമുക്കിപ്പോൾ ഒരു ജോലി കിട്ടുന്നു. ആദ്യം ജോലി കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു വീട് മേടിക്കണം, പിന്നെ ഒരു കല്യാണം കഴിക്കണം, പിന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, ഇതെല്ലാം കഴിയും ഇല്ലേ? ഇങ്ങനെ ഒരു ഓട്ടമാണ്. ഈ ഓട്ടമെല്ലാം കഴിഞ്ഞ് മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊച്ചുമക്കളും ഒക്കെ ആയി കഴിയുമ്പോൾ പിന്നെ എന്താണ് നമ്മുടെ ചിന്ത? നാമം ജപിച്ച് അങ്ങിരിക്കുക. ഇനി ഒരൊറ്റ വിചാരമേ ഉള്ളൂ, എന്ത്? മോക്ഷം. അത്രയും കാലം നമ്മൾ ഇതിൻ്റെ പുറകിനൊക്കെ ഓടി. അവസാന കാലമായപ്പോഴേക്കും ഈശ്വരനെ അറിയാൻ തുടങ്ങിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? പിന്നെ വിരക്തിയാണ്. പിന്നെ ഇതൊന്നും വേണ്ട. പിന്നെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, മോക്ഷം. പക്ഷേ ശരിയായ ഭക്തൻ അവൻ ഈശ്വരനെ അറിഞ്ഞാൽ അവൻ്റെ ഈ ജോലികളെല്ലാം ചെയ്യും. പക്ഷേ അതിലൊന്നും അവൻ മതിമറക്കത്തില്ല. മതിമറക്കാതെ അവൻ്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് ഈശ്വരൻ പറയുന്നത്. അങ്ങനെ ചെയ്യണം എന്നാണ് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ.